നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കോൺഗ്രസ് നേതാക്കന്മാരെ അല്ലെങ്കിൽ ഡൽഹിയിൽ ഇരിക്കുന്ന ഹൈക്കമാൻഡ് നേതാക്കന്മാരെ നിങ്ങളൊക്കെ മരയൂളകളാണോ എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. കഴിഞ്ഞ 3-3.5 മണിക്കൂറായി മുഖ്യമന്ത്രി ധാ പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അക്ഷരമായി കാത്തിരിക്കുകയായിരുന്നു ജനങ്ങൾ. കഴിഞ്ഞ 9 ദിവസവും ഇതേ നേരമാകുമ്പോൾ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള രീതിയിലൊക്കെ തന്നെ വാർത്തകൾ വന്നിരുന്നു. എന്താ, കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ വിഡ്ഢികളാക്കുകയാണോ? അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്ക് കോൺഗ്രസ് ഭരിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ കോൺഗ്രസിനോടുള്ള പ്രേമം മുട്ടിയിട്ടാണ് ഈ പറയുന്ന വലിയ ഭൂരിപക്ഷത്തോടു കൂടി നിങ്ങളെ വിജയിപ്പിച്ചതാണോ നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്? അതായത് പിണറായി വിജയന്റെ ഘടുകാര്യസ്ഥയും പിണറായി വിജയന്റെ ഭരണത്തിലുണ്ടാകുന്ന എതിർപ്പായിരുന്നു, നിങ്ങളോടുള്ള സ്നേഹമല്ലായിരുന്നു എന്ന് നിങ്ങൾ മറന്നുപോയോ? അല്ലെങ്കിൽ തന്നെ കേരളത്തിൽ നടക്കുന്ന ഈ ജനവികാരം, കേരളത്തിൽ ഇപ്പോൾ വി ഡി സതീശന്റെ വീടിന് മുന്നിലുള്ള ജനങ്ങളുടെ ആ ഒരു ആവേശം, ചെന്നിത്തലയുടെ വീടിന് മുന്നിലുള്ള ജനങ്ങളുടെ ആവേശം, ഇത് KPCCയുടെ മുന്നിലുള്ള ജനങ്ങളുടെ ആവേശം, ഇതൊക്കെ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒക്കെ കാണുന്നുണ്ടോ? അല്ല, ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഇന്ന് ചർച്ച ചെയ്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയെ കുറിച്ച് തന്നെയാണോ എന്ന് പോലും ചോദിച്ചു പോകുന്ന തരത്തിലാണ് കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഉടൻ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം? ഇപ്പോൾ ഏതായാലും ഡൽഹിയിലെ KC വേണുഗോപാലിന്റെ വീടിന് മുന്നിൽ കാറ് തയ്യാറായിരിക്കുകയാണ്. KC വേണുഗോപാൽ ഇന്ദിരാഭവനിലേക്ക് പോയിരിക്കുകയാണ്. അല്പസമയം മുമ്പ് രാഹുൽ ഗാന്ധി AK ആന്റണി അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചു. രാഷ്ട്രീയം കൃത്യമായി പറയുന്ന AK ആന്റണി KC VC അല്ലെങ്കിൽ KC VD രമേശ് ചെന്നിത്തല എന്നിങ്ങനെ പേരുകളിൽ ഒതുക്കാതെ എന്താണ് ജനവികാരമെന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ന് എന്ന ചോദ്യം, അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും പ്രഖ്യാപിച്ചില്ലെങ്കിൽ നേരിടാൻ പോകുന്ന പ്രത്യാഘാതം എന്താണ് എന്ന് വളരെ വ്യക്തമാക്കി കൊടുക്കും എന്നാണ് മനസ്സിലാകുന്നത്. അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷുമായും സംസാരിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയാണ്. വി ഡി സതീശന്റെ വീട്ടിൽ ഇപ്പോഴും ജനസാഗരം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, വി ഡി സതീശൻ പുറത്ത് ഇറങ്ങാതെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. 9 മണിക്കുള്ള ബുള്ളറ്റിനെങ്കിലും വി ഡി സതീശൻ കേരള മുഖ്യമന്ത്രി എന്ന് എഴുതി കാണിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ആവേശത്തിലാണ് ജനങ്ങൾ നിൽക്കുന്നത്. ഇപ്പോഴില്ല, ഇനി നാളെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്നും പറയുന്നുണ്ട്. എന്തായാലും ജനങ്ങളെ ഇങ്ങനെ പൊട്ടന്മാരോ വിഡ്ഢികളോ ആക്കിക്കരുതേ എന്നുള്ള പ്രാർത്ഥനയും എന്നുള്ള ഒരു അപേക്ഷയുമാണുള്ളത്. എന്തായാലും വളരെ അക്ഷമരായി കാത്തിരുന്നു. പക്ഷേ ഇന്നും പ്രഖ്യാപനമില്ല എന്നാണ് പറയുന്നത്. നാളത്തോടു കൂടി മാത്രമേ പ്രഖ്യാപനമുള്ളൂ എന്ന് പറയുന്നു. എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ മുൾമുനയിൽ നിർത്തുന്നത് എന്നാണ് മനസ്സിലാകാത്തത്. ആവേശഭരിതമായി നിൽക്കുന്ന ജനങ്ങളെ ഇങ്ങനെ വിഡ്ഢികളാക്കേണ്ട ആവശ്യം എന്താണ്? ഇന്നത്തോടു കൂടി ഇല്ല, ഇനി നാളെ മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യമാണ് പറയുന്നത്. എന്തിനാണ് ഈ നാളെ നീളെ വലിച്ചു നീട്ടുന്നതെന്ന് അറിയില്ല. ഒരു റബ്ബർ പന്ത് പോലെ, അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ തീരുമാനങ്ങളും, അതായത് എല്ലാ ഡിസ്കഷനുകളും അവസാനിച്ചു. CM ഡിക്ലറേഷൻ ഒൺലി വിൽ ബി ടുമാറോ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നാളത്തോടു കൂടിയെങ്കിലും ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ രാത്രി ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. വി ഡി സതീശന്റെ വീടിന് മുന്നിലുള്ള ജനസാഗരം പതിയെ ഒഴിയുകയാണ്. നാളത്തേക്കെങ്കിലും ഉണ്ടായേക്കണേ എന്നുള്ള ആവേശമാണ്. ഇനി എപ്പോൾ എന്നുള്ളതാണ്. നാളെ ഇനി ഇങ്ങനെ നീട്ടി അതിരാവിലെ ആയിരിക്കുമോ അല്ലെങ്കിൽ രാത്രി ആയിരിക്കുമോ എന്നറിയില്ല. എന്തായാലും ഇന്നത്തേക്കില്ല, തൽക്കാലം എല്ലാവരും പോയി കിടന്ന് ഉറങ്ങിക്കോളൂ എന്നുള്ള മട്ടിലാണ് സംസാരം. എന്തായാലും ജനങ്ങൾ വീണ്ടും വിഡ്ഢികളാകുന്നു എന്ന് വ്യക്തമാകുകയാണ് ഇവിടെ.